ഇന്ന് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഒരു മാസം തുടങ്ങുകയാണ് കർത്താവിൻ്റെ കൂടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നമ്മൾ നിയോഗം പറയുന്ന സമയമാണ്. സ്വന്തമായ ആവശ്യങ്ങൾ, ഇന്നത്തെ ആവശ്യങ്ങൾ കർത്താവ് ദിവസേന ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്യോതക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമുള്ളവരായി ഹൃദയം കർത്താവിന് സമർപ്പിച്ച് കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന മക്കളെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പ്രഭാതത്തിലെ സൂര്യൻ എങ്ങനെയാണോ ഭൂതലത്തെ പ്രകാശനമാക്കുന്നത്, അതുപോലെ കർത്താവെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളുടെ ഇരളടഞ്ഞ ജീവിതത്തെ പ്രകാശനമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ മുൾക്കിടത്തിന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവെ അങ്ങയുടെ മക്കളുടെ ശിരസിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് പല പല കാര്യങ്ങൾ കൊണ്ട് ഇടിഞ്ഞു പോയവരുണ്ട് കർത്താവെ. അവസാദം, ഡിപ്രഷൻ വന്ന് കർത്താവ് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ കൊണ്ട് കർത്താവെ, നീ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നവനാണ്.
നിന്റെ വിശുദ്ധ രക്തം 1 യോഹന്നാൻ 1:7 അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ടതാണ്. കർത്താവേ, അതേ വിശുദ്ധ രക്തത്തെ ആസ്പദമായിക്കൊണ്ട് അടിയൻ നിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവേ, അങ്ങയുടെ യോഗ്യതയാൽ, അങ്ങയുടെ കരുണയുടെ ആധിക്യത്താൽ അങ്ങയുടെ മക്കൾക്കുള്ള അവസാദ രോഗങ്ങളെ അങ്ങ് എങ്ങനെയാണോ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ തുരത്തപ്പെടുന്നത്, അതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ അങ്ങയുടെ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ തുരത്തപ്പെടുവാനും അവർക്ക് പോകേണ്ട വഴി ഞാൻ നിൻ്റെ സങ്കീർത്തനം 32:8 നീ പറഞ്ഞു, നീ പോകേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കും. കർത്താവേ, അങ്ങയുടെ മക്കളുടെ മുഖത്ത് നോക്കി എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ആദ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു ഐഡിയയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയുടെ പരിധി ഞാൻ കൊണ്ടുവരുന്നു. കർത്താവെ, നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ആ മക്കളുടെ ശിരസ് നീ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ യോഗ്യത കൊണ്ടല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് ഇവിടെ ഇപ്പോഴും ഈ നിമിഷം ഈ വീട്ടിലെ ഏതെല്ലാം തരത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടോ, എൻ്റെ കർത്താവെ, ഞാൻ നിന്നോട് യാചിച്ച് പറയുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ ആ ക്രൂശിതമായ അവസ്ഥയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ മറ്റുള്ളവർ ഒരു വ്യക്തിയെ കൊച്ചാക്കാനോ ചെറുതാക്കാനോ തള്ളിക്കളയാനോ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ദൈവമായി, ഞങ്ങളുടെ ദൈവമായി അങ്ങ് നിലനിൽക്കുമ്പോൾ ഒരു മനുഷ്യന് വേദനിക്കാനോ വിഷമിക്കാനോ പാടില്ല. അങ്ങയുടെ ദൈവത്വത്തിന് ഭംഗം വരുത്തുന്ന പൈശാചിക നടപടികളെ ഞാൻ ഈ കുരിശിൻ്റെ ശക്തിയാൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ചൈതന്യം കർത്താവ് വിശ്വാസം കൊടുക്കണേ മക്കൾക്ക്, പ്രത്യാശ നൽകണേ മക്കൾക്ക്. കർത്താവ്, ഇന്നലെ എന്ത് സംഭവിച്ചു അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിലെ നീ ഇറങ്ങുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ഇന്ന് തിരിച്ചു വരണ കാലത്ത് ഇതിൻ്റെ എല്ലാ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നീ രാത്രി തിരിച്ചു വരുമ്പോൾ നീ ഊർജ്ജസ്വലയായിരിക്കും, നീ ശക്തിയുള്ളവളായിരിക്കും, നീ ശക്തിയുള്ളവനായിരിക്കും. കർത്താവിൻ്റെ കൃപ നില ചൊരിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കുവാമേ. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14:26. സഹോദരരെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇത് ഒത്തിരി കാലം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഉള്ള ഒരു സ്വത്താണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയണില്ലെന്നേ ഉള്ളു. അതാണ്, നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഭാഷയോ. ആദിമസഭയിൽ എല്ലാവർക്കും തന്നെ ഭാഷാപരമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ധ്യാനം നടത്തുമ്പോൾ അറിയാതെ ചില സമയത്ത് സ്തുതിച്ചു പോകുമ്പോൾ സ്തുതിപ്പിൻ്റെ ഇടയ്ക്ക് യാ സീരിയാറാമി എന്ന് വരികയല്ലേ, അതൊരു ഭാഷയാണ്, സിലബിളാണ്. അതൊരു കാലത്ത്, ഏതോ ഒരു കാലത്ത് ഞാൻ നിലച്ചെറിയായിരിക്കുന്ന സമയത്ത് സ്തുതിപ്പിൻ്റെ കാലത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണ്. കാര്യത്തിൽ അത് 8:26 അനുസരിച്ചുകൊണ്ട് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം അവാച്യമായ നെടുവീർപ്പ് തന്നെ കാര്യങ്ങൾ അറിയാവുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം തന്നെ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെന്ന് പറയത്തില്ല. അതൊക്കെ 1 കൊരിന്ത്യർ 12:4 അടിച്ചേ. 1 കൊരിന്ത്യർ 12:4. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും 1 കൊരിന്ത്യർ 12:4 പറഞ്ഞ ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നീശോയെ എന്ന് വിളിക്കേണ്ടതും എൻ്റെ ഈശോയെ എൻ്റെ ആശ്രയമേ എന്ന് വിളിക്കേണ്ടതും യാ സിരിയാരാലാമി എന്ന് പറയുന്ന ഭാഷ ഒരു ശരിക്കും പറഞ്ഞ ഇഫക്റ്റിൽ ഒന്ന് തന്നെയാണ്. ആത്മാവ് ഒന്ന് തന്നെയാണ്. കാര്യം ഈ ആൾക്കാർക്ക് ഈ ഭാഷകളൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല. ഏതോ ഒരു കാലത്ത് അവർക്ക് ദൈവമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ മനസ്സിൽ വന്നതാണ്. പക്ഷേ ചില സമയത്തൊക്കെ ബന്ധം കുറഞ്ഞു പോയെന്ന് വരും. പക്ഷെ ആ പ്രാർത്ഥന നിലനിൽക്കും. ഒന്നുകൂടെ വായിച്ചു. 1 കൊരിന്ത്യർ 14:26 വായിച്ചേ. സഹോദരങ്ങളെ, ആകയാൽ എന്ത് വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. അപ്പം ചിലക്ക് ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ,
നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. എനിക്കൊരു സങ്കീർത്തനമല്ല, കുറേ സങ്കീർത്തനം എൻ്റെ മനസ്സിൽ വരും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണം എന്താ അറിയാവോ? അതായത് പലപ്പോഴും കാര്യം നമ്മുടെ വാക്കിനുള്ള കുഴപ്പം എന്താ, നമ്മൾ മരിച്ചു പോണ പോലെ നമ്മുടെ വാക്ക് മരിച്ചു പോകും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയിൽ മരിക്കാത്ത വചനത്തിൻ്റെ കണ്ടൻസ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എഫിക്കസി കൂടും. നമ്മൾ എഫിക്കസി ഓഫ് പ്രെയർ എന്ന് പറഞ്ഞില്ലേ? എഫിക്കസി ഓഫ് പ്രെയർ എന്ന് പറയണത് ശരിക്കും പറഞ്ഞ ഇവാഞ്ചലിക്കൽ പ്രെയർ എന്ന് പറയണത് വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തനം നമ്മുടെ വായിൽ വരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട വചനങ്ങൾ നമ്മുടെ വായിൽ വരും. അപ്പോൾ ശരി 91 സങ്കീർത്തനം ചിലർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അവർ വാ പിടിച്ച് ദൈവദൃശ്യം നിന്ന് അവിടെ 91 സങ്കീർത്തനം വരും. ചിലർക്ക് 23 സങ്കീർത്തനം ഭയങ്കര അഭിഷേകം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നാണ് നമുക്ക് പ്രതിവചന സങ്കീർത്തനത്തിൻ്റെ കൾച്ചർ വരണത്. എന്താണ്? കർത്താവ് എൻ്റെ രക്ഷയും ഓഹരിയുമാകുന്നു, കർത്താവിൻ്റെ രക്ഷയും പ്രകാശമാകുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? എൻ്റെ കർത്താവ്, ഞാൻ ബൈബിൾ കുരിശൊക്കെ എടുത്തിട്ട് എന്താ പറയണത്? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. അത് എവിടുന്ന് കിട്ടി? എനിക്ക് പോലും അറിയാൻ പറ്റും എവിടുന്ന് കിട്ടിയത്. ഏതോ ഒരു കാലത്ത് ഞാനും ദൈവവുമായിട്ട് വസന്തകാല ബന്ധമുണ്ടായപ്പോൾ, ആത്മാവിൻ്റെ വസന്തം ഉണ്ടായിരുന്ന കാലത്ത് കർത്താവ് എൻ്റെ നാവിൽ ഇട്ട് തന്നൊരു തേനാണത്. എന്താ കാര്യം? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെ എന്താണ്? സഭയുടെ അധികാരത്തിൽ. ഇതൊന്നും ഞാൻ ചിന്തിച്ച് പറയണമല്ല. സഭയുടെ അധികാരം എന്ന് പറയുന്നത് എന്താണ്? സഭയിൽ എനിക്ക് പൗരോഹിത്യം തന്നത്. അപ്പോൾ ആ അധികാരം ആടാണ് കർത്താവ് സഭയ്ക്ക് കൊടുത്തിട്ട് സഭ ഈ കാലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് പരമേൽപ്പിച്ച് തന്നതാണ്. സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇതിനേക്കാൾ വലിയ അടയാളം ഉണ്ടോ? സാത്താനെപ്പോലും വിറപ്പിക്കുന്ന അടയാളമില്ല കുരിശ്. കാര്യം കുരിശിനാൽ പാപത്തെ വെന്ന് ജീവനെ പൊരുത്തരിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അതാണ് എൻ്റെ ഭാഷാപരം. അതെന്ന് വെച്ചാൽ എൻ്റെ കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ 61 വയസ്സ്, ഇപ്പം എനിക്കിപ്പോൾ 65 വയസ്സായി. ഒരു ദിവസം ഞാനിങ്ങനെ 276 ദിവസം ഒരു ഷാപ്പിന് വാദിക്കുക സമരത്തിന് കിടന്ന് കുർബാന കഴിയുമ്പോൾ സമരത്തിന് പോകും. കാര്യം അത് നമ്മുടെ വീടിൻ്റെ നടുക്കുകൊണ്ടൊന്ന് ഷാപ്പ് വെച്ചിരിക്കണം. അപ്പോൾ ഒരു 5 കൊല്ലത്തിനുള്ളിൽ ആ വീട്ടുകാർ മുഴുവൻ കുടിയന്മാരാകും. അപ്പോൾ അവിടുത്തെ ചെടുത്തിമാർ വന്ന് എന്നോട് നിലവിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് സമരം തുടങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ സമരം നീണ്ടുപോയി. അത് കിസ്ത അടക്കണ നെല്ലിക്കയുള്ള ലേസസ്റ്റ് ഷാപ്പാണ്. അപ്പോൾ ഗവൺമെൻറ് അത് പിൻവലിക്കാനും പറ്റില്ല. ഗവൺമെൻറ്റിന് അവർ ലക്ഷങ്ങൾ കൊണ്ട് കെട്ടിവെച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ കെട്ടിലായിപ്പോയി. എനിക്കെതിരെ അവർക്ക് ഹൈക്കോടതി കേസ് കൊടുത്തു. എനിക്കെതിരെ അവർ നഷ്ടപരിഹാരം കേസ് കൊടുത്തപ്പോൾ 80 ലക്ഷം രൂപ വരും കേസ്. അവർ വിജയിക്കാരെ ഇത് കിസ്തടച്ച ഷാപ്പാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിയമവും എൻ്റെ കൂടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഈ സമരം ചെയ്യുന്ന ജനങ്ങളും പോകുമ്പോൾ ഞാൻ ഒറ്റക്കായി പോകും. അപ്പോൾ ഞാനൊക്കെ കുർബാനയിലേക്ക് പള്ളിത്തോട്ടിൽ എൻ്റെ സ്വന്തം ഇടവക ഞാൻ കൊച്ചുജനായിരുന്നതാണ്. അപ്പോൾ ഞാൻ കുർബാനയിലേക്ക് കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന എടുത്തായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. ഇപ്പം നീ മാത്രമേ ഉള്ളൂ ഓർക്കണം. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് എൻ്റെ കർത്താവ് എന്ന് പറയുന്നത്. എൻ്റെ കർത്താവ്. ഞാൻ ഇന്ന് ഈ പരീക്ഷകളിലൂടെ കടന്നുപോയപ്പോൾ എന്നെ തള്ളിക്കളയാതെ എല്ലാവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തിയ കർത്താവ് എൻ്റെ കർത്താവ് എന്ന് പറയും. അതുപോലെ നമുക്കെല്ലാം ഓരോ എൻ്റെ കർത്താവുണ്ട്. എൻ്റെ കർത്താവ് ആ കേസ് തള്ളിപ്പോയി. ആ മനുഷ്യൻ തകർന്നു പോയി. ശരിക്കും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് അനുകൂലമായിട്ട് ആ കേസ് വിധിച്ച് 8 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞ് അത് സാരമില്ല, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, പൈസ അവരെടുത്തോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതല്ലായിരുന്നു ആവശ്യം. അവരെ ഉപദ്രവിക്കുക എന്നല്ല ഉദ്ദേശം. നമ്മുടെ ജനങ്ങൾ കുടിയന്മാരായി കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നിന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ നേടുക. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അതാണ് ഞാൻ അനുഭവത്തിലൂടെ പഠിച്ച എൻ്റെ കർത്താവ് എന്ന് പറയണത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു കർത്താവ് ഉണ്ടാവും. നിങ്ങളുടെ തക്ക സമയത്ത് അഗ്നിപരീക്ഷയിൽ നിങ്ങളെ സഹായിച്ച കർത്താവ്. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്ന് പറയാൻ ഒരു കർത്താവ് ഉണ്ടാകണം. അനുഭവത്തിൻ്റെ കർത്താവ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി